സർവീസ് രംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ പുതിയ ഒരു പാറ്റേണിലേക്ക് ഈ ഗ്ലോബൽ മലയാളി ന്യൂസിൽ ഒരു സർവീസ് രംഗം ആരംഭിക്കുകയാണ്. ആളുകൾ അവരുടെ സംശയങ്ങൾ അവർ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചർച്ചയ്ക്കുള്ളൊരു വേദി കൂടെ ആക്കുകയാണ്. അപ്പോൾ ഒരു പ്രൊഫസർ അയച്ചു തന്നിട്ടുള്ള ഒരു മെസ്സേജ് ഞാൻ വായിക്കുകയാണ്. അദ്ദേഹം ഒരു ജിയോയും അയച്ചു തന്നിട്ടുണ്ട്. ഇതുപോലത്തെ വിവരങ്ങൾ നിങ്ങൾ അയച്ചു തരിക. ഞാൻ അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുക്കും. ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇതിനകത്തില്ല. ആ പ്രൊഫസർ എനിക്ക് അയച്ചു തരാം. സാർ, ഞാൻ രാവിലെ വിളിച്ചിരുന്നു. ആ പ്രൊഫസർ എന്നെ വിളിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ 3 ഗഡു DR 1/1/2020, 1/7/2020, 1/1/2021 കാലയളവിലെ തടഞ്ഞു വച്ചു. കോവിഡ് കാലത്തെ ചെലവിനായി എടുക്കാൻ തീരുമാനിച്ചതനുസരിച്ചാണ് ട്രഷറിയിൽ തടഞ്ഞു വെച്ചതെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. 1/7/2021 DR കൂടി ട്രഷറിയിൽ പിടിച്ചു. അതിൻ്റെ കൂടെ 3 എണ്ണം തടഞ്ഞു വെച്ചു, 1 കൂടി പിടിച്ചു. ശരിയാണോ എന്നറിയില്ല. ഈ തുക 14% വെച്ച് 6 മാസത്തേക്ക് 64% ഓരോ UGC ശമ്പള സ്കെയിലിൽ ശമ്പളം, പെൻഷൻ, ഫാമിലി പെൻഷൻ എന്നിവ മേടിച്ചവർക്ക് നഷ്ടമായി. 17% മുമ്പ് DR മേടിച്ച് വന്നവർക്കും 4% പ്ലസ് 3% പ്ലസ് 4% പ്ലസ് 3% അധികരിച്ച് 31% DR ആയി. അവസാനം 6 മാസം കുടിശ്ശിക അങ്ങനെ 14% വന്നു. ഇതാ പ്രൊഫസറുടേതാണ്. ബാക്കിയുള്ള ആളുകൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. ഈ 6 മാസം ആർക്ക് വേണ്ടിയാണ് 14% × 6 84% പിടിച്ചതെന്നറിയില്ല. ഇങ്ങനെ കൂടുതൽ പിടിക്കരുതെന്ന് പറഞ്ഞുള്ള ഗവൺമെൻറ് ഉത്തരവ് തന്നെ ഉണ്ട്. ആ ഉത്തരവ് നമ്മൾ ഇതിനകത്തിടാം. 3 ഗഡു DR പിടിച്ചാൽ ബാക്കി കിട്ടാവുന്ന കുടിശ്ശിക 1132%, 4 ഗഡു പിടിച്ചാലുള്ള കുടിശ്ശിക 1076%. ഇതാണ് ഈ കണക്കുകളാണ് അദ്ദേഹം കൂട്ടിയിട്ടിരിക്കുന്നത്. എന്നിട്ട് 31% DR 12/2021 ട്രഷറിയിൽ പിടിച്ചിട്ടുണ്ട്. ഈ 31% കുടിശ്ശിക 3/2024 വരെ തരാതെ 4/2/24 തന്നു. ഇതുപോലെയാണ് മറ്റു കുടിശ്ശികകളും 50% ആകുന്നത് വരെ തന്നിട്ടില്ല. എൻ്റെ അഭിപ്രായമല്ല, പ്രൊഫസറുടെ അഭിപ്രായമാണ്. 21 തന്നു തീർക്കേണ്ടിയിരുന്ന 4 ഗഡു DR 2 ഗഡുവും തന്നു തീർത്തിട്ടില്ല. എല്ലാം കൂടി 8 ഗഡുക്കളായി 4 കൊല്ലം കൊണ്ട് തന്നു തീർക്കാമെന്ന് പറയുന്നു. കണ്ടറിയാം. 1/1/2026 റിവിഷനും ഇതുപോലെ 1/1/2006 റിവിഷനും ഇതുപോലെ 1/1/2016 റിവിഷനും 42 മാസം കഴിഞ്ഞാണ് നമുക്ക് തന്നിരിക്കുന്നത്. കുടിശ്ശികയൊന്നും തരാതെയാണ് കബളിപ്പിച്ചത്. തന്നെന്നല്ല, കബളിപ്പിച്ചത്. അതായത് 2 തവണയും 10 കൊല്ലത്തിലൊരിക്കൽ കിട്ടുന്ന റിവിഷൻ 13 കൊല്ലം കൂടിയാണ് തരുന്നത് എന്ന് സാരം. ഇനി കുടിശ്ശിക തരുന്നില്ലെങ്കിൽ മുമ്പ് പറഞ്ഞ 84% കാര്യം സ്വാഹ, ആരെയും അറിയിക്കാതെ സ്കൂട്ടാം. ആദ്യ പാരായിൽ 84% പകരം 65%, 64% അടിച്ചുപോയി. ഇങ്ങനെ DA സംബന്ധിക്കുന്ന വലിയ DRനെ സംബന്ധിക്കുന്ന വലിയ പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും DRനെ സംബന്ധിച്ചും DA സംബന്ധിച്ചും കേന്ദ്ര ഗവൺമെൻറ് തരാത്ത, കോവിഡ് കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് തന്നില്ല എന്നുള്ളതാണ് ഈ UGC പ്രൊഫസറുടെ പരാതി. ഇത്തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളുമൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അതേപടി കൊടുക്കുന്നതാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റയൊക്കെ സംബന്ധിച്ച് ഞാൻ ഒരു ആധികാരികതയെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ വിലയിരുത്തണം. നിങ്ങൾക്ക് ചർച്ച തുടരാം. ഇതിനകത്തൊരു ചർച്ചാവേദി എന്നുള്ള നിലയിലാണ് സർവീസ് രംഗത്തിലെ ഒരു ചർച്ചാവേദി, സർവീസ് ചർച്ചാവേദിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വിശദമായ നോട്ടുകളും വോയിസ് ക്ലിപ്പുകളുമൊക്കെ നിങ്ങൾ അയച്ചു തരിക. പക്ഷേ ഭരണകൂടത്തെ വിമർശിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനായാലും സംസ്ഥാനം വിമർശിക്കുകയാണെങ്കിൽ നല്ല ഭാഷയിലായിരിക്കണം. തെറി പറയാനോ നമ്മുടെ രാഷ്ട്രീയം അതിനകത്ത് കയറ്റാനോ അല്ലെങ്കിൽ എതിരാളികളെ ഭാഷ കൊണ്ട് അമ്മാനമാടി കളയാമെന്നൊന്നും വിചാരിക്കരുത്. വളരെ സഭ്യമായ ഭാഷയിൽ ഡേറ്റകൾ വച്ച് നിങ്ങൾ വോയിസ് അയച്ചു തന്നാൽ നമുക്ക് കൊടുക്കാം. അത് നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറയിക്കാനൊരു വേദിയാണിത്. നമുക്ക് ഒന്നിച്ച് നീങ്ങാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പ്രൊഫസർ അയച്ചു തന്നിരിക്കുന്ന ഈ ഓർഡറും മറ്റു കാര്യങ്ങളുടെ കോപ്പി ഇതിനകത്ത് കൊടുക്കാം. എന്തായാലും പ്രൊഫസർ വളരെ വേദനയോടുകൂടിയാണ് DR കിട്ടാത്ത വിവരം അറിയിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത്, ഇവിടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഉണ്ട്, അസോസിയേഷൻ ഉണ്ട്. ഈ പ്രൊഫസർമാർക്കും ഒക്കെ തന്നെ റിട്ടയർ ആയിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധം വരുന്നില്ല എന്നുള്ളത് ഗൗരവമായ ചോദ്യമാണ്. പ്രതിഷേധം വന്നാലും ഇല്ലെങ്കിലും നിങ്ങളോടൊപ്പം ഞങ്ങളുടെ ചാനലുണ്ട്. സുഭാഷിതം ചാനൽ നിങ്ങൾ കാണുക, ഗ്ലോബൽ മലയാളി ന്യൂസും കാണുക. 2 ചാനലിലും സർവീസിനെ സംബന്ധിക്കുന്ന വിശദമായ കാര്യങ്ങൾ ഞങ്ങൾ ചേർക്കുന്നതാണ്. തുടർ ദിവസങ്ങളിലും ഇതുപോലത്തെ വിഷയങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ സർവീസ് സംബന്ധമായ എല്ലാ ദുഃഖങ്ങളും സുഖവും സന്തോഷവും ആനന്ദവും പ്രശ്നങ്ങളും പരിമിതികളും പ്രതിസന്ധികളും എല്ലാം ഞങ്ങളെ അറിയിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളും.